വളരെ പവിത്രമായ കാലാകാലമായി യാതൊരുവിധ കോൺട്രോവേഴ്സികൾക്കും ഇടം കൊടുക്കാതെ UDF ഗവൺമെന്റുകൾ മുഴുവൻ, ഒരുപക്ഷെ UDF ഗവൺമെന്റുകളല്ല കഴിഞ്ഞ കാലങ്ങളിൽ 2019 മുമ്പുള്ള ഗവൺമെന്റുകളൊക്കെ കൈകാര്യം ചെയ്തു പോയ ഒരു വിഷയമാണ് ശബരിമല. അതുപോലെ തന്നെ മണ്ഡലകാലം, അവിടെ നടക്കുന്ന ആരാധനാ കർമ്മങ്ങൾ, അതിലെ അനുഷ്ഠാനങ്ങൾ എല്ലാം. പക്ഷേ ഈ ഗവൺമെന്റുകൾ ഇടതുപക്ഷ 2019 ശേഷം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം തന്നെ ശബരിമല എപ്പോഴും രാഷ്ട്രീയ കോൺട്രോവേഴ്സിയിലാണ്. യുവതീ പ്രവേശനം തൊട്ട് ഇങ്ങോട്ട് വന്നതാണ്. എത്ര കോൺട്രോവേഴ്സികളാണ് രാഷ്ട്രീയമായി ശബരിമലയെ മുതലെടുക്കുന്നത് കൊണ്ടാണിത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്നാൽ അവിടെ അയ്യപ്പ ഭക്തർ, അതും ഇന്ത്യ മുഴുവനുള്ള അയ്യപ്പ ഭക്തർ, അവര് വളരെ പവിത്രമായി കരുതുന്ന ആ സന്നിധാനത്തെ ഇങ്ങനെ ഇതിലും വലിയ ഒരു സംഭവം ഇനി ഉണ്ടാവാൻ എന്താണ്? 2019 ശേഷം നിരന്തരം നടന്ന ഈ കളവ്, ഈ കൊള്ള, അത് കണ്ടുപിടിക്കാത്തത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. 19 ശേഷമുള്ള ഗവൺമെന്റുകളുടെ, 2 ഗവൺമെന്റുകൾ അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. മന്ത്രിമാരുടെ ഉത്തരവാദിത്തമാണ്, ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. ഇത് നിയമസഭയില് ചർച്ച ചെയ്യാം. എന്ത് ചർച്ച ചെയ്യാനാണ്? ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു തോന്നുന്നു, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്ത് അങ്ങോട്ട് ഡയലൂട്ട് ചെയ്ത് കളയാം. ഇതങ്ങനെ ഡയലൂട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു വിഷയമല്ല. അത് ചർച്ച ചെയ്താൽ തീരൂല. ഇതിൽ ആക്ഷനാണ് വേണ്ടത്. ഇതില് ജനങ്ങൾക്ക് ആ വിശ്വാസം വരുന്ന, കോൺഫിഡൻസ് വരുന്ന, ശബരിമല സംരക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് കോൺഫിഡൻസ് വരുന്ന ആക്ഷനാണ് വേണ്ടത്. ആ ആക്ഷൻ വരെ തീർച്ചയായും ഈ സമരം നിലനിൽക്കും. തീർച്ചയായും UDFും അതിനോടൊപ്പം നിൽക്കും. ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ സമരത്തില് UDF അടിയുറച്ചു നിൽക്കും എന്നാണ് പറയാനുള്ളത്. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. എന്നെപ്പോലെ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ഇന്ന് ദുഃഖിതരാണ്. അയ്യപ്പന്റെ മുതൽ അടിച്ചു മാറ്റുന്നു, അടിച്ചു മാറ്റുന്നവരെ സംരക്ഷിക്കുന്നു. ഗവൺമെന്റ് ഈ കാര്യത്തിൽ മൌനം പാലിക്കുന്നു. മുഖ്യമന്ത്രി ഈ സംഭവം ഉണ്ടായ ശേഷം ഇതുവരെ വാ തുറന്നിട്ടില്ല. ഈ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മുഴുവൻ കൂട്ടുനിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. ഒരു ദേവസ്വം മന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. 1950 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആക്ട് ഉണ്ടായ ശേഷം ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ സ്വർണം മാത്രമല്ല, ഭക്തജനങ്ങൾ ഭക്തിപൂർവ്വം കാണിക്കയായി നൽകുന്ന പലതും ഇവിടെ അടിച്ചു മാറ്റുകയാണ്. സ്വർണം ഒരു ഭാഗം മാത്രമാണ്. കാണിക്ക അടിച്ചുകൊണ്ടുപോകുന്നു, സ്വർണം അടിച്ചുകൊണ്ടുപോകുന്നു, സ്വർണപ്പാളികൾ സ്വർണം പൂശാനാണെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു. ആരുടെ അനുവാദത്തോടെ കൊണ്ടുപോയി? ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരനുവാദവും ഉണ്ടായിട്ടില്ല. തിരുവാഭരണ കമ്മീഷണറുണ്ട്, അദ്ദേഹത്തിന്റെ അനുവാദം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇവിടെ നടന്നിട്ടുള്ളത് മുഴുവൻ കൊള്ളയാണ്. ശബരിമലയിലെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുകയാണ്. സ്ഥാവര ജംഗമ സ്വത്തുക്കൾ അടിച്ചു മാറ്റി കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഒരു ഗവൺമെന്റാണ് ഇവിടെയുള്ളത്. അതാണ് UDF ആവശ്യപ്പെടുന്നത്. ഗവൺമെന്റ് മന്ത്രി രാജിവെക്കണം. ഈ മന്ത്രി അധികാരത്തിൽ നിന്നുകൊണ്ട് ഏത് അന്വേഷണം നടക്കും? ആ അന്വേഷണം ഫലപ്രദമാകുമോ? ആ അന്വേഷണം പ്രഹസനമായിരിക്കും. അതുകൊണ്ട് മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തലസ്ഥാനം ഒഴിയണം. എന്നിട്ട് വേണം ഒരു അന്വേഷണം നടക്കാൻ. ഇവരൊക്കെ അധികാരത്തിൽ ഇരുന്നുകൊണ്ട് നടക്കുന്ന ഒരന്വേഷണവും ഫലപ്രദമാവുകയില്ല. ഭക്തജനങ്ങൾക്ക് സ്വീകാര്യമല്ല. കേരളത്തിലെ കോടാനുകോടി വരുന്ന, കേരളത്തിന് പുറത്തുമുള്ള ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയ ഈ ഗവൺമെന്റിനെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തിപ്പെടുത്തും എന്നാണ് എനിക്ക് പറയാനുള്ളത്.